ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച 4 അംഗ സംഘം പിടിയിലായി. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശികളാണ് പിടിയിലായത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെയാണ് മാല മോഷ്ടിക്കാൻ ഈ 4 അംഗ സംഘം ശ്രമിച്ചത്. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശികളാണ്. അവരിപ്പോൾ പിടിയിലായിട്ടുണ്ട്. റിനു ശ്രീധറാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. റിനു, 4 പേരും മേട്ടുപ്പാളയം സ്വദേശികളാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, റിനു? ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി നടന്ന മാലമോഷണ കേസിലാണ് 4 പേരെ പിടികൂടിയിട്ടുള്ളത്. പോലീസ് 2 മോഷണ കേസുകളിലായിട്ടാണ് ഈ 4 സ്ത്രീകളെ പിടികൂടിയത്. റിനു, ഒരു നിമിഷം. റിനു, ആ ശബ്ദത്തിൽ ചെറിയൊരു വ്യക്തതക്കുറവുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച 4 അംഗ സംഘമാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. മേട്ടുപ്പാളയം സ്വദേശികളെന്നാണ് വിവരം. 4 പേരെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, വിവരങ്ങൾ പറഞ്ഞോളൂ. ഉന്മേഷ, കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ മാലമോഷണം ക്രമത്തിലാണ് 4 അംഗ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് സ്ത്രീകളുടെ മാല കവരുന്നതിനിടയ്ക്ക് 2 കേസുകളിലായിട്ടാണ് 4 സ്ത്രീകളെ പിടികൂടിയത്. മേട്ടുപ്പാളയം സ്വദേശിനികളായിട്ടുള്ള റോസ്നി, അതുപോലെ തന്നെ മീനാക്ഷി, ശാന്തി, മീന എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഇവർ സമാന രീതിയിൽ തമിഴ്നാട്ടിലടക്കം മാലമോഷണ കേസിൽ പ്രതികളാണ് എന്നുള്ളതാണ്. നിരവധി, അതായത് നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഇത്തരം ഈ തിരുട്ട് സംഘങ്ങൾ അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ നിർദ്ദേശത്തെ തുടർന്ന് വലിയ ജാഗ്രത തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ അടക്കം എടുത്തിരുന്നത്. എങ്കിലും മോഷണശ്രമം നടന്നു എന്നുള്ളതാണ്. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റിനു ശ്രീധറാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.